ഹായ് ഫ്രണ്ട്സ്, നാളെ ലാസ്റ്റ് എക്സാം കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം +2 എക്കണോമിക്സ് എക്സാം. +2 എക്കണോമിക്സ് ഇതുവരെ പഠിച്ചിരിക്കുന്ന കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒത്തിരി ഏരിയാസ് വരുന്ന ഭാഗമാണ് +2 ഏരിയ സെക്കൻഡ് ഇയർ പോർഷൻസ് എന്ന് പറയുന്നത്. ചില കുട്ടികളിത് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. നമ്മളതിൽ ഇൻവോൾവായി പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്. ആക്ച്വലി റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ എക്കണോമിക്സിന് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്, മാക്രോ എക്കണോമിക്സിന് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് നിമിഷം നമ്മൾ ഏതിനൊക്കെ ഫോക്കസ് ചെയ്യണം, എക്സാം എങ്ങനെ ഈസി ആക്കാം എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ എക്സാം ഈസി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാം കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ നമ്മളത് മനസ്സിലാക്കും, എഴുതുമെന്ന ഒരു കോൺഫിഡൻസോട് കൂടി പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ പോകുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് +2 എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനും കൂൾ ഓഫ് ടൈമിൽ കുറഞ്ഞതൊരു 2-3 തവണയെങ്കിലും, ഒരു തവണ വായിച്ചാൽ പോരാ, ഒരു 3 തവണ അല്ല 2 തവണയിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ഏതാണ് ആൻസർ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ഒരു 3 തവണ നമ്മൾ വായിച്ച് നോക്കുക. തീർച്ചയായും ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏത് ചാപ്റ്ററിലെ ഏത് ഏരിയയാണ് ഇത് സ്ട്രെസ്സ് ചെയ്യുന്നത് എന്ന്. മിക്കപ്പോഴും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നേരിട്ടായിരിക്കണമെന്നില്ല. ഒരു 30% ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കേട്ടതുപോലെ വന്നേക്കാം. ഒരു 20% നമ്മളൊരു പലതവണ ആവർത്തിച്ച് ചിന്തിച്ച് വായിച്ചാൽ മാത്രമേ നമുക്കത് യഥാർത്ഥത്തിൽ ഏത് ചാപ്റ്റർ ഏത് ഏരിയ ആണെന്ന് ഒരുപക്ഷെ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ഒരു 50% ക്വസ്റ്റ്യൻസ് ഒരു 2 തവണയൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതുമായിരിക്കും. അത്തരത്തിലായിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്തായാലും സെക്കൻഡ് ടേമിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഫസ്റ്റ് മുതലേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും. ഇപ്പോൾ മാക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ലാസ്റ്റ് 4th ചാപ്റ്ററും 3rd ചാപ്റ്ററും നല്ലോണം സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 4th ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ എസ്സേ ഒരിക്കലും വരില്ല. മാക്രോ എക്കണോമിക്സ് 4th ചാപ്റ്ററിന് എസ്സേ വരാൻ സാധ്യതയില്ല. പകരം നമ്മളവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഒരു പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം, അത് നമ്മളൊന്ന് നോക്കി വെച്ചേക്കുക. അതേപോലെ തന്നെ നോർമലി ആ ഒരു ചാപ്റ്ററിന് MPC MPS മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ്, MBC + MBS = 1. MPC എന്താണ്? ചേഞ്ച് ഇൻ കൺസംഷൻ അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഇൻകം, ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിൽ വരുന്ന മാറ്റം. അതേപോലെ തന്നെ ഇൻകത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് സേവിങ്ങിൽ വരുന്ന മാറ്റം. MPS മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിങ്. അതുപോലെ ഈ ഒരു 2 സെക്ടർ മാക്രോ എക്കണോമിക് മോഡലിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രിഗേറ്റ് ഡിമാൻഡ് ADC = C+I. C എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസംഷൻ + ഇൻഡ്യൂസ്ഡ് കൺസംഷനാണ്. അങ്ങനെ ആ രീതിയിൽ വരുന്ന കുറച്ച് ഏരിയാസൊക്കെ. അതുപോലെ ഇഫക്റ്റീവ് ഡിമാൻഡ് എന്താണ്? ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിൻ്റാണ്. AS കർവ് നമ്മൾ 45 ഡിഗ്രി ലൈനിൽ വരക്കുന്നതാണ്. AD കർവ് കുറച്ച് മുകളിൽ, അതായത് അവിടെ അതിന് മുന്നേ നമ്മൾ എക്സാൻ്റെ എക്സ്പോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഓട്ടോണമസ് കൺസംഷൻ, ഇൻഡ്യൂസ്ഡ് കൺസംഷൻ. അപ്പോൾ ഇൻകം 0 ആണെങ്കിലും നടക്കുന്ന മിനിമം കൺസംഷൻ അവിടെ നടക്കും, അതാണ് ഓട്ടോണമസ് എന്ന് പറയുന്നത്. ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൺസംഷനിൽ മാറ്റം വരും. പക്ഷേ ഇൻകം വർദ്ധിക്കും, കൺസംഷൻ വർദ്ധിക്കും. പക്ഷേ വർദ്ധിക്കുന്ന കൺസംഷൻ വർദ്ധിച്ച ഇൻകത്തോടൊപ്പം അത്രത്തോളം വരില്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ AD കർവ് വരക്കുന്നത് Y ആക്സിസിൽ പോയിൻ്റ് ഓഫ് ഒറിജിൻ എന്നല്ല, കുറച്ച് മുകളിൽ നിന്നാണ് വരക്കുന്നത്. ADയും ASഉം കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അതാണ് ഈക്വിലിബ്രിയം പോയിൻ്റ് എന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ 4th ചാപ്റ്റർ ഒന്ന് നോക്കി മനസ്സിലാക്കുക. പിന്നെ മൾട്ടിപ്ലയർ, ഇൻകം മൾട്ടിപ്ലയർ, ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്നൊക്കെ പറഞ്ഞാൽ 1/1 - CC എന്ന് പറഞ്ഞാൽ MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ ആണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഏരിയയിൽ നിന്ന് വരിക. എസ്സേ ഒരിക്കലും മാക്രോ എക്കണോമിക്സ് 4th ചാപ്റ്റർ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട 3rd ചാപ്റ്ററാണ് മണി ആൻഡ് ബാങ്ക്. ഈ 3rd ചാപ്റ്റർ തീർച്ചയായിട്ടും നമുക്കൊരു എസ്സേ പ്രതീക്ഷിക്കാം. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. എസ്സേ എന്ന് പറയുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ളത് ഏതുമാവാം. നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് നമ്മുടെ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയുടെ ഫങ്ഷൻസ് നോക്കണം. RBIയുടെ മോണിറ്ററി പോളിസി, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, CRR, SLR, മാർജിനൽ റിക്വയർമെൻറ്റ്, മോറൽ സെഷൻ, പീനൽ ആക്ഷൻ, പണിഷ്മെൻറ്റ്, എല്ലാ പോയിൻറ്റും നമ്മളങ്ങ് ഓർത്ത് വെച്ചേക്കുക. അത് ഇൻഫ്ലേഷൻ ടൈമിൽ, ഡീഫ്ലേഷൻ ടൈമിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതായത് ഈ പോളിസീസൊക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ ഇക്കോണമിയിലെ പണത്തിൻ്റെ ഘടന കൺസിസ്റ്റൻ്റായി നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ പോയിൻറ്റ്സൊക്കെ, അല്ലെങ്കിൽ ഈ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യവും പോയിൻറ്റ് മനസ്സിലാക്കി വെക്കണം.
SC ആയിട്ട് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഏത് ഏരിയയിൽ നിന്നും SC വരാം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2013 ആ സമയത്ത് സപ്ലൈ ഓഫ് മണി ഒരു SC ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. M1, M2, M3, M4 എന്നുള്ള ഏരിയകൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ നാരോ മണി, ബ്രോഡ് മണി, ഇതൊക്കെ മോസ്റ്റ് ലിക്വിഡ് ക്യാഷ്, ലീസ്റ്റ് ലിക്വിഡ് ക്യാഷ്, ആ രീതിയിലൊക്കെ അതിൽ M1, M2, M3 ഏതാണ് വരുന്നത് അങ്ങനെയൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കണം. അതുപോലെ ചില ലിക്വിഡിറ്റി ട്രാപ്പ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ, ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിൻ്റെ ധർമ്മങ്ങൾ, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, ഇതൊക്കെ ഈ ഏരിയയിൽ നിന്ന് വരാൻ. അതുപോലെ ഡിമാൻഡ് ഫോർ മണി, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പ്രിക്കോഷണറി മോട്ടീവ് ചില ബുക്കിലൊക്കെ കാണാറുണ്ട്. 3 ഉണ്ടെങ്കിൽ അതിൽ 2 ബേസിക് ട്രാൻസാക്ഷൻ, സ്പെക്കുലേഷൻ, പ്രിക്കോഷണറിയും നമുക്കൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്ന മണി ആൻഡ് ബാങ്ക് എന്നുള്ള 3rd ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാക്രോ എക്കണോമിക്സ് ഇത് നന്നായിട്ട് ഈ 2 ചാപ്റ്ററും പഠിക്കുമോ, അത് നമുക്ക് ഫൈനൽ എക്സാമിനുള്ള ഒരു അസറ്റ് കൂടിയായിട്ട് നമ്മൾ പഠിക്കാം. പിന്നെ മാക്രോ 2nd ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എക്സാമിന് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു essay വന്നേക്കാം. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP, പ്രോഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ റവന്യൂ മെത്തേഡ് എന്നൊക്കെ രീതിയിലും മാറി പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും 3 മെത്തേഡ്സ്. അതുപോലെ തന്നെ GDP ആൻഡ് വെൽഫെയർ, ഈസ് ദ GDP എ ഗുഡ് വെൽഫെയർ മെഷർ, ഒരു വെൽഫെയർ രാജ്യത്തിൻ്റെ വെൽഫെയർ ക്ഷേമ മെഷർ ചെയ്യുന്ന ഒരു ടൂളായിട്ട് GDP ഉപയോഗിക്കാൻ പറ്റുമോ. അതുപോലെ തന്നെ അവിടെ വരുന്ന 2 സെക്ടർ മോഡൽ, സർക്കുലർ ഫ്ലോ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, ഈ ഏരിയകളൊക്കെ ഈ മാക്രോ എക്കണോമിക്സ് 2nd ചാപ്റ്ററിൽ GDP, ഡിഫ്ലാക്ടർ, ഇതൊക്കെ പ്രധാന ഒരു എസ്സേയും കുറേ ഷോർട്ട് കോസ്റ്റിനും സാധ്യതയുള്ളതാണ്. മാക്രോ 1st ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കെയ്നീഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, 4 സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി, ഇങ്ങനെയുള്ള സിമ്പിൾ ഏരിയാസ് നോക്കുക. മൈക്രോ ഇക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ 5th ചാപ്റ്ററിൽ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ വളരെ പ്രധാനപ്പെട്ടതാണ്. വിത്ത് ഗ്രാഫ് സഹിതം എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കുക. ഒരു 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസിന് ഏറെ സാധ്യതയുള്ളതാണ്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്നതും, എപ്പോഴാണ് ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും വേരിയേഷൻ വരുന്നത്, സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു, അങ്ങനെയുള്ള ഷിഫ്റ്റ് ചേഞ്ചസ്, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. മാത്രമല്ല ഇനിയിപ്പം 4th ചാപ്റ്ററിലേക്കും 3rd മൈക്രോ ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്, വാട്ട് ആർ ദ 3 കണ്ടീഷൻ, MC ഈസ് ഈക്വൽ ടു MR, MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്, അത് അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ AVC ഓർ ഇൻ ദ ഷോർട്ട് റൺ, AC ഇൻ ദ ലോങ് റൺ, ആ രീതിയിലുള്ള 3 കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഷട്ട് ഡൗൺ പോയിൻറ്റ്, ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. മൈക്രോ എക്കണോമിക്സ് 3rd, 4th, 5th ചാപ്റ്റർ നല്ല പ്രാധാന്യം കൊടുക്കുക. മൈക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം TC, TFC, TVC, ഈ TC, TVC, TFC, അതുപോലെ AVC, AFC, AC, MC, ഈ ഗ്രാഫൊക്കെ ഒന്ന് ഷേപ്പ് ഓർത്ത് വെച്ചേക്കുക. U ഷേപ്പ് ഏതാണ്, ഇൻവേർട്ടഡ് എസ് ഷേപ്പ് എന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ്, AFC ഒക്കെ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് പറയുന്നത്. ഈ ഗ്രാഫിൻ്റെ ഒക്കെ ഷേപ്പ് ഓർത്ത് വെക്കുക. ഇതിൻ്റെ AFC, AVC, MC ഒക്കെ ഡിറൈവ് ചെയ്യുന്ന ഈക്വേഷൻസ് ഓർത്ത് വെക്കുക. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ. ഒരു ടേബിൾ ഫില്ല് ചെയ്ത് ഒരു ഗ്രാഫ് വരക്കാനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഈസി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൻ്റെ 1st and 2nd ചാപ്റ്റർ പ്രാധാന്യമുള്ളതാണെങ്കിൽ 1st ടേം ആയതുകൊണ്ട് നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യേണ്ട. പക്ഷേ 1st ടേം നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ മൈക്രോ 2nd ചാപ്റ്റർ ബജറ്റ് ലൈന്, ഡിമാൻഡ്, സപ്ലൈ, ഇലാസ്റ്റിസിറ്റി, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്, സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്, കോംപ്ലിമെൻ്ററി ഗുഡ്, അതുപോലെ ബജറ്റ് ലൈൻ വരക്കുന്നത്, ബജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ്, ഈ ഏരിയകളൊക്കെ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. അതുപോലെ 1st ചാപ്റ്റർ ആണെങ്കിൽ PPC, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, ആ മൈക്രോ മാക്രോ ഡിഫറൻസസ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ 2nd ചാപ്റ്റർ ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. 3rd ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഷോർട്ട് റൺ, ലോങ് റൺ, അതുപോലെ TC, TFC, TVC, അതുപോലെ ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റൺ വരുമ്പോൾ വിഭേദകാനുപാത നിയമം, ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ലോങ് റൺ വരുമ്പോൾ ഇൻക്രീസിങ്, കോൺസ്റ്റൻറ്റ്, ഡിമിനിഷിങ്, നെഗറ്റീവ് വരില്ല. അത് റിട്ടേൺസ് ടു ഫാക്ടറാണ് ഷോർട്ട് റൺ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വരുമ്പോൾ റിട്ടേൺസ് ടു സ്കെയിലാണ്. സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ തന്നെ ചേഞ്ച് ആവുന്നതാണ്. പിന്നെ നേരത്തെ ഓർമ്മിപ്പിച്ച പോലെ ഷട്ട് ഡൗൺ പോയിൻറ്റ്, ബ്രേക്ക് ഈവൺ പോയിൻറ്റ്. പിന്നെ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷൻ, അതിൻ്റെ കണ്ടീഷൻസ്, അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. 5ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ, അതിൻ്റെ കോൺസിക്വൻസസ്, ഗ്രാഫൊക്കെയാണ്. അപ്പോൾ ഈ ഏരിയാസൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. ഇനി ഇതൊന്നും എല്ലാം ഒന്നും പഠിക്കാൻ പറ്റൂല, അത്യാവശ്യം പഠിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു തരുമോ, ഒരു 5 ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമോ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മൈക്രോ ഇക്കണോമിക്സ് 5ാമത്തെ ചാപ്റ്ററിലെ പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ വിത്ത് ഗ്രാഫ് സഹിതം വരച്ചോളൂ.
പഠിച്ചോളൂ. അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഈക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കുന്ന ഒരു ഭാഗവും ആ ചാപ്റ്ററിൽ നിന്ന് നോക്കിക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ ഈവൻ മൈക്രോ എക്കണോമിക്സ് പിന്നെ TC, TVC, TFC ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് AFC, AVC, MC ഗ്രാഫിൻ്റെ ഷേപ്പ് അത് വരയ്ക്കുന്നത്, അത് ആ ഇക്വേഷൻസ് നമ്മൾ ഡാറ്റ തന്നിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വാല്യൂ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ മാക്രോ എക്കണോമിക്സിലെ 4th ചാപ്റ്ററും 3rd ചാപ്റ്ററും മണി ആൻഡ് ബാങ്കിങ് നന്നായി തറവാക്കുക, എളുപ്പം നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 4ാമത്തെ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞതുപോലെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റും AD, AS, MPC, MPS അതിൻ്റെ സ്മോൾ ഇക്വേഷൻസ്, ചേഞ്ച് ഇൻ കൺസംഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം, ആ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, എക്സാൻഡ്, എക്സ്പോസ്റ്റ്, ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോൺസെപ്റ്റൊക്കെ ഓർത്ത് വെച്ചാൽ മതിയാവും. മൾട്ടിപ്ലയർ 1/1 - C അല്ലെങ്കിൽ 1/MBS അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 4 ചാപ്റ്റർ പഠിക്കാൻ പറ്റുമെങ്കിൽ 4 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അല്ല മാക്രോ കൂടുതലായി പഠിക്കാൻ പറ്റുമെങ്കിൽ 2nd ചാപ്റ്റർ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP ഒക്കെ ഓൺ എക്സാമിനൊക്കെ നിങ്ങൾ പഠിച്ചത് അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒന്ന് പഠിച്ച് നല്ല കുട്ടികളായിട്ട് വരൂ. നാളത്തെ എക്സാമിന് ഈസി ആയിരിക്കും. ഒരു 4 ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 2 ചാപ്റ്റർ പഠിക്കുന്ന 2 ചാപ്റ്റർ നന്നായി തറവായി പഠിക്കും. അത് ഫൈനൽ എക്സാമിന് നമുക്കൊരു അസറ്റായിരിക്കും. കൂളായി നമ്മൾ ക്വസ്റ്റ്യൻസ് 2-3 തവണ വായിച്ച് നോക്കുമ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച കുട്ടികളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാം എഴുതാനൊക്കെ പറ്റുന്നതൊക്കെ നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിച്ചെഴുതുക. ഫുൾ ടൈം എക്സാം ഹോളിലിരിക്കുക. ക്വസ്റ്റ്യൻസ് നന്നായി മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും സെക്കൻഡ് ഇയർ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ നന്നായി വായിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഒരിക്കൽ വായിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയാലും വീണ്ടും വായിക്കുക, നന്നായി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ സെക്കൻഡ് ഇയർ എക്കണോമിക്സിൻ്റെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഐകാർഡിൽ നമ്മൾ പ്ലേലിസ്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസും ഇമ്പോർട്ടൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ മാത്രം കാണും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടെക്സ്റ്റ് ബുക്ക് തറവായി പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡായി പഠിക്കുക. എക്സാം കൂളായി ടെൻഷൻ ഫ്രീ ആയി നന്നായി പ്രിപ്പയർ ചെയ്ത് പോകൂ. നന്നായി എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. ഫൈനൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഈ എക്സാം എടുക്കൂ.